സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒഴിവാക്കി വളരെ കൂളായി കാറിൽ സഞ്ചരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒന്ന് സങ്കല്പിച്ചു നോക്കാമോ? സാധിക്കില്ലെന്ന് ഉറപ്പാണ്. 20ഓളം വാഹനങ്ങളുടെ അകമ്പടിയിൽ 50ഓളം പോലീസുകാരുടെ സുരക്ഷിതത്വത്തിന് നടുവിലൂടെയാണ് പിണറായി വിജയന്റെ യാത്ര. ജനങ്ങളിൽ നിന്ന് ഇത്രയും അകന്നു നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. കഴിഞ്ഞ കാലത്ത് കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അത് വ്യക്തവുമാണ്. ജനങ്ങളുടെ സേവകരാണ് മുഖ്യമന്ത്രിമാർ എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് കഴിഞ്ഞ കാലത്ത് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാർ പ്രവർത്തിച്ചത്. ജനസമ്പർക്ക പരിപാടിയിൽ സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാതെയാണ് ഉമ്മൻചാണ്ടി പങ്കെടുത്തതും ആളുകളെ കണ്ടതെന്നും നമുക്കറിയാം. അതേ കേരളത്തിലാണ് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ പിണറായി വിജയൻ തന്റെ രാജകീയ യാത്ര നടത്തുന്നത്. പിണറായി പോകുന്ന വഴികളിൽ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതും ചുമ്മാ നിൽക്കുന്നവരെ തല്ലിച്ചതക്കുന്നതുമെല്ലാം ഇന്ന് പതിവ് കാഴ്ചയാണ്. ഇത്രയും സൂചിപ്പിച്ചത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പുതിയ പരിഷ്കാരത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടി കൂടിയാണ്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ മാതൃകയാക്കിയിരിക്കുകയാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകാൻ പൊതുഗതാഗതം തടസ്സപ്പെടുത്തുന്ന പരിപാടികൾ ഇനി വേണ്ട എന്ന് രേവന്ത് റെഡ്ഡി പോലീസിന് നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കരുത് എന്നും മുഖ്യമന്ത്രി കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഗതാഗത സ്തംഭനം ഉണ്ടാകുകയോ ഗതാഗതം തടസ്സപ്പെടുത്തുകയോ ചെയ്യാതെ വാഹനവ്യൂഹം കടന്നു പോകാനുള്ള മാർഗങ്ങളാണ് അവലംബിക്കേണ്ടതെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിൽ ഇതുവരെ 15 വാഹനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇത് 9 കുറയ്ക്കണമെന്നും രേവന്ത് റെഡ്ഡി ഉത്തരവിട്ടിട്ടുണ്ട്. തലസ്ഥാന നഗരത്തിൽ ഇത്ര പോലും അകമ്പടി വാഹനങ്ങൾ ആവശ്യമില്ലെന്നും രേവന്ത് റെഡ്ഡി നിർദ്ദേശിച്ചിട്ടുണ്ട്. താൻ ജനങ്ങൾ തിരഞ്ഞെടുത്ത സേവകനാണ് എന്നും അതിനാൽ തനിക്ക് അധിക സുരക്ഷ വേണ്ടെന്നുമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. തന്റെ യാത്രകളിൽ പൊതുജനങ്ങൾക്കും പൊതുഗതാഗതത്തിനും തടസ്സം നേരിടുന്നത് ഒഴിവാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നും രേവന്ത് അണ്ണാ പോലീസ് ഉദ്യോഗസ്ഥരോട് ആരാഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ ജനങ്ങൾ വലിയ ആവേശത്തോടെയാണ് സ്വാഗതം ചെയ്തിരിക്കുന്നത്. തെലങ്കാനയുടെ പുതിയ മാറ്റമാണ് ചിലർ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. മുമ്പ് അകമ്പടി വാഹനങ്ങളുടെ എണ്ണം പരമാവധി കുറച്ചും സീറോ ട്രാഫിക് പ്രോട്ടോകോൾ ഒഴിവാക്കിയും സിദ്ധരാമയ്യ ശ്രദ്ധ നേടിയിരുന്നു. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോകാൻ മറ്റു വാഹനങ്ങളെ തടയുന്നതാണ് സീറോ ട്രാഫിക് പ്രോട്ടോകോൾ. തന്റെ വാഹനം കടന്നു പോകുമ്പോൾ മറ്റു വാഹനങ്ങൾ തടഞ്ഞ് ഗതാഗതം സുഗമമാക്കേണ്ട എന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിർദ്ദേശം നൽകിയിരുന്നു. സീറോ ട്രാഫിക് പ്രോട്ടോകോൾ മാറ്റാൻ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയെന്നും സിദ്ധരാമയ്യ അറിയിച്ചിരുന്നു. ഈ രീതി തന്നെയാണ് തെലങ്കാനയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയും നടപ്പിലാക്കിയിരിക്കുന്നത്.